സദസ്സിന് വന്ദനം. കരള് പങ്കിടാൻ വയ്യന്റെ പ്രണയമേ, പകുതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ. കവി അയ്യപ്പന്റെ പ്രശസ്തമായ വരികളാണിത്. കാമുകിക്ക് കൊടുക്കേണ്ട കരൾ പകുത്ത് ലഹരിക്ക് കൊടുക്കേണ്ടി വന്ന ഒരു കാമുകന്റെ ആത്മരോദനമാണിത്. അല്ല, ലഹരിയുടെ താണ്ഡവ നൃത്തത്തിൽ വീണുപോയ തന്റെ മക്കളെയോർത്തുള്ള ഭാരതാംബയുടെ ഹൃദയഭേദകമായ നിലവിളിയാണിത്. നമ്മുടെ കർണപുടങ്ങളിൽ ഇത് ആഞ്ഞടിക്കേണ്ടേ. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഭാരതം ഇതുവരെ നേടിയെടുത്ത വികസനത്തിനും പുരോഗതിക്കും സാംസ്കാരിക മൂല്യങ്ങൾക്കും കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. മനുഷ്യനെ ശാരീരികമായും മാനസികമായും തകർക്കുന്ന സാമൂഹിക വിപത്താണ് ലഹരി. എങ്ങനെ മുറിച്ചു മാറ്റിയാലും ഭയാനകമായ കരുത്തോടെ കൂടുതൽ ആഴത്തിലും വ്യാപ്തിയിലും വേര് പടർത്തുന്ന ലഹരി മാഫിയ നാം നേരിടുന്ന ഏറ്റവും സങ്കീർണമായ പ്രശ്നങ്ങളിൽ ഒന്നാണ്. ലഹരിയുടെ വ്യാപനം ഒരു കൊടിയ സാമൂഹിക വിപത്താവുകയാണെന്നും ഇതിന്റെ നീരാളിപ്പിടുത്തത്തിൽ അമർന്നവരിൽ ഭൂരിഭാഗവും കുട്ടികളും യുവാക്കളുമാണെന്നതും നാം നേരിടുന്ന ഏറ്റവും ഭീതിതമായ ശാപം തന്നെ. മദ്യവും മയക്കുമരുന്നും കടന്ന് ലഹരി വസ്തുക്കളുടെ ഉപയോഗം കഞ്ചാവും ബ്രൗൺ ഷുഗറും മുതൽ രാസലഹരികളിലേക്ക് വരെ എത്തിയിരിക്കുന്നു. ലഹരിയുടെ ആവശ്യക്കാരിലേറെയും കൗമാരം പിന്നിടാത്തവരാണ്. ലഹരിക്കണിയിൽ വീണവരിൽ പെൺകുട്ടികളും ഉണ്ടെന്നത് പോലീസിനെ മാത്രമല്ല കേരളത്തെ ഒന്നാകെ ഞെട്ടിക്കുന്നു. ആഘോഷവും ആർഭാടവുമായി തുടങ്ങുന്ന ലഹരിയാണ് ജീവിതത്തെ നശിപ്പിക്കുന്നത്. മദ്യം, മയക്കുമരുന്ന്, മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലം നമ്മുടെ പുതുതലമുറ ഒന്ന് കൂട്ടുചേരാൻ പോലും മടിച്ച് സ്വന്തം സ്വകാര്യ ലോകത്തേക്ക് പ്രവേശിക്കുകയാണ്. ലഹരിയിലേക്ക് ഒഴുകിത്തീരാനുള്ളതല്ല നമ്മുടെ പുതുതലമുറ. ജീവിതത്തിന്റെ സൗന്ദര്യം മുഴുവൻ നഷ്ടപ്പെടുത്തിയ ചെറുപ്പക്കാരെയും താലോലിച്ചു വളർത്തി വലുതാക്കിയ സ്വപ്നങ്ങൾ കൈമോശം വന്നു കേഴുന്ന മാതാപിതാക്കളെയും അല്ല ഇന്നിന്റെ സമൂഹം കാണേണ്ടത്. നാളത്തെ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തുവാൻ ലഹരി മരുന്ന് സംഘങ്ങളെ ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ. ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ വേദനാജനകം തന്നെ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെയും അകൃത്യങ്ങളുടെയും പിന്നിൽ ലഹരിക്ക് അടിമപ്പെട്ടവരാണെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ലഹരിയുടെ വല അനുദിനം വിസ്തൃതമായി നമ്മുടെ നാടിനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങൾ അതിശക്തമായ പ്രചാരണ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. ലഹരി ഉപയോഗം തടയുന്നതിനുള്ള സർക്കാർ പദ്ധതികളും നിലവിലുള്ള നിയമങ്ങളും ഫലപ്രദമായി നടപ്പിലാക്കണം. അതിനായി എല്ലാവരും ലഹരി ഉപയോഗിക്കില്ല എന്ന ഉറച്ച തീരുമാനം കൂടി എടുക്കണം. വളർന്നു വരുന്ന തലമുറയിലെ അറത്തുമാറ്റാൻ പറ്റാത്ത കണ്ണിയാണ് ഞാൻ എന്ന തിരിച്ചറിവോടെ ലഹരിക്കടിമപ്പെടില്ല എന്ന പ്രതിജ്ഞ ഹൃദയത്തിൽ കോറിയിട്ട് ലഹരിമുക്ത സമൂഹത്തിനായുള്ള സ്വപ്നത്തിന്റെ ഊടും പാവും നെയ്യാം. കുടുംബവും സമൂഹവും അധ്യാപകരും ചേർന്ന് നിർമ്മിക്കുന്ന സംരക്ഷണ മതിൽക്കെട്ടിന് മാത്രമേ കുട്ടികളെ ലഹരി വലയിൽ നിന്ന് സംരക്ഷിച്ചു നിർത്താൻ കഴിയുകയുള്ളൂ. സുദൃഢമായ കുടുംബ ബന്ധങ്ങൾക്ക് ഇതിൽ പ്രധാന പങ്ക് വഹിക്കാനുണ്ട്. നരകവാതിൽ തുറന്നുള്ള ലഹരി യാത്രയെ തടഞ്ഞു നിർത്താനുള്ള ഉത്തരവാദിത്വം നമുക്കോരോരുത്തർക്കും ഉണ്ടെന്നത് മറക്കാതിരിക്കാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.